ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ ഡെങ്കിപ്പനി വ്യാപകമായ പ്രദേശങ്ങളിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. കുണ്ടാട്ടി ഗ്രൗണ്ട്, കോമ്രേഡ് ഭാഗങ്ങളിലാണ് ഡെങ്കിപ്പനിയുടെ വ്യാപനമുള്ളത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായാണ് കുണ്ടാട്ടി ഗ്രൗണ്ട്, കോമ്രേഡ് ഭാഗങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നത് കണ്ടെത്തിയത്. തുടർന്നാണ് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വാർഡ് മെമ്പർ, ഹെൽത്ത് സൂപ്പർവൈസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, എപ്പിഡെമോളജിസ്റ്റ്, ആശാപ്രവർത്തകർ, വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. ഈഡിസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത്. വീടുകൾക്ക് സമീപത്തെ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ടയർ, ചിരട്ട, പാട്ട, ടാങ്കുകൾ, വെള്ളം സംഭരിക്കുന്ന മൂടിയില്ലാത്ത പാത്രങ്ങൾ, മണി പ്ലാന്റ്, ഫ്രിഡ്ജിനടിയിലെ ട്രേ എന്നിവയിലെല്ലാം ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നതാണ്. ഇവയെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം സ്വയം പരിശോധിച്ച് വൃത്തിയാക്കിയുള്ള ഡ്രൈ ഡേ നടത്താൻ വീട്ടുകാർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പരിസര ശുചീകരണം നടത്തിയില്ലെങ്കിൽ അവർക്കെതിരെ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം നോട്ടീസ് നൽകും. നോട്ടീസിലെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർ 10,000 രൂപ വരെ പിഴ ശിക്ഷ ചുമത്തണമെന്ന് ഡോക്ടർ അരുൺ അറിയിച്ചു. അതേസമയം വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും.